പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹംപിയിലെ കാഴ്ചകൾ തന്നെ തുടങ്ങുന്നത് മാതംഗ ഹിൽസിലെ സൺറൈസോട് കൂടിയാണ്. ഇവിടെ നിന്ന് ഹംപിയുടെ ഒരു 360 വ്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയും. മൂടൽമഞ്ഞില്ലാത്ത കാലാവസ്ഥയാണെങ്കിൽ നല്ല വിദൂര കാഴ്ചകളായിരിക്കും ഇവിടെ ഇന്നലെ കാണാൻ കഴിയുക. മാതംഗ ഹിൽസിലെ ക്ഷേത്ര ഗോപുരമാണ് ഈ കാണുന്നത്. എല്ലാവരും ഒരു സൺറൈസിനായി കാത്തിരിക്കുകയാണ്. ഇതുവരെയും സൂര്യൻ എത്തിയിട്ടില്ല. ഒരു കുഞ്ഞു കുരങ്ങ് വരെ ഈ ഒരു സൺറൈസിനായിട്ട് നമ്മളോടൊപ്പം കാത്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തിലെ മഞ്ഞിൽ നിന്നും സൂര്യൻ ഉയർന്നു വരുന്നതും കാത്താണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സൂര്യൻ ഉദിച്ചെത്തി. ചെറിയൊരു മൂടൽമഞ്ഞുള്ളത് കൊണ്ട് തന്നെ അധികം നല്ല സൂര്യകിരണങ്ങളൊന്നും ഏൽക്കാത്ത ഒരു സൺറൈസാണിത്. സൂര്യനെ ക്യാമറയിലും ഫോണിലും ഒക്കെ പകർത്താനുള്ള തിരക്കിലാണ് എല്ലാവരും. ഞാനും കണ്ട കാഴ്ചകളെ മറ്റുള്ളവരിൽ എത്തിക്കാൻ ആഗ്രഹിക്കാത്ത സഞ്ചാരികൾ വളരെ ചുരുക്കമാണ്. എല്ലാവരും ഇടയ്ക്കൊരു സൺറൈസ് ഒക്കെ കാണുന്നത് നല്ലതാണ്. നമ്മുടെ മനസ്സിലെ ഡിപ്രഷനും കാര്യങ്ങളെല്ലാം മാറ്റാനും നമുക്ക് നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാനും നല്ലൊരു സൺറൈസിന് കഴിയും. മാതംഗ ഹിൽസിൽ നിന്നും തൊട്ട് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന തകർന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഈ കാടും ഈ പാറക്കെട്ടുകളുമൊക്കെ മാതംഗ ഹിൽസിന്റെ ഭാഗമാണ്. മാതംഗ ഹിൽസിനെ ഹിന്ദു പുരാണങ്ങളിൽ അറിയപ്പെടുന്നത് മാതംഗ പർവ്വതം എന്ന പേരിലാണ്. മാതംഗൻ എന്നൊരു സന്യാസിയുടെ വാസസ്ഥലമായിരുന്നു മാതംഗ പർവ്വതം. ബാലി വധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഒരു മാതംഗ പർവ്വതത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് വിരുപക്ഷ ക്ഷേത്രത്തിന്റെ ഒരു വിദൂര കാഴ്ച നമുക്ക് കാണാൻ പറ്റും. മറ്റു ക്ഷേത്രങ്ങളും കാണാൻ കഴിയും. തുംഗഭദ്ര നദി വിദൂരതയിലേക്ക് ഒഴുകി പോകുന്നതും ഇവിടെ നിന്ന് മനോഹരമായ ഒരു കാഴ്ചയാണ്. മൂടൽമഞ്ഞില്ലാത്ത ഒരു കാലാവസ്ഥയാണെങ്കിൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ തന്നെ നമുക്ക് ഇതെല്ലാം കാണാൻ കഴിയുന്നതാണ്. കാലപ്പഴക്കം കൊണ്ട് തന്നെ തകർന്ന ക്ഷേത്ര ഗോപുരങ്ങളാണെങ്കിലും ഇപ്പോഴും അതിൻ്റെ തനിമ അതുപോലെ നിലനിൽക്കുന്നുണ്ട്. മഴയും കാറ്റിനെയൊക്കെ ചെറുത്ത് ഇപ്പോഴും അത് അതിൻ്റെ ആ ഒരു തനിമയോടുകൂടി തന്നെ നിലനിന്ന് പോരുകയാണ്. ഈ ക്ഷേത്ര കുളങ്ങളെ അറിയപ്പെടുന്നത് പുഷ്കരണി എന്ന പേരിലാണ്. സൺറൈസിന് ശേഷം മാതംഗ ഹിൽസിന്റെ താഴേക്കുള്ള യാത്രയിലാണ്. ഇതാണ് മാതംഗ ഹിൽസിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പുരാതന ക്ഷേത്രം. വന്ന വഴി തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിർമ്മിതിയാണ് സത്യം പറഞ്ഞ ഈ ഒരു ക്ഷേത്രം. ഏത് വശത്തോട്ട് പോയാലും ഒരേപോലെ തോന്നിക്കും. ഞാൻ വന്ന വഴി അന്വേഷിച്ച് നടക്കുകയാണ്. ഞാൻ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് ഇവിടെ നിന്നും ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വന്നത് ഏത് കവാടത്തിൽ കൂടെയാണെന്ന് അറിയാതെ ഉള്ള കറക്കമാണിത്. പണ്ട് കാലത്ത് വിജയനഗര സാമ്രാജ്യം ഈ ഒരു ക്ഷേത്രം ഉപയോഗിച്ചിരുന്നത് ആരാധനയ്ക്കും അതുപോലെ തന്നെ ചെറുത്തുനിൽപ്പിനും വേണ്ടിയാണ്. മറ്റ് രാജ്യങ്ങളുടെ യുദ്ധത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി സൈനികരെ താമസിപ്പിക്കാനും കൂടെ ഈ ഒരു ക്ഷേത്രം അവർ ഉപയോഗിച്ചിരുന്നു. വളരെ വേഗത്തിൽ ഈ ക്ഷേത്രത്തിൽ കയറിപ്പറ്റി തിരിച്ചു പോകാനോ കയറി പറ്റാനോ സാധിക്കാത്ത രീതിയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഏത് ഭാഗത്തോട്ട് പോയാലും ഒരേപോലെയാണ് നമുക്ക് തോന്നിക്കുക. ഇപ്പോഴും ഇവിടെ പൂജ നടക്കുന്ന ഒരു ചെറിയൊരു നിലവറയുണ്ട്. അതാണ് ഈ ഒരു നീല ഗേറ്റ് ഇട്ട ഒരു ഭാഗം. നിലവിൽ ഇപ്പോഴും പൂജ നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൽ അകത്ത് വെള്ളയൊക്കെ പൂശി നല്ല നീറ്റായിട്ട് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ വരുമ്പോൾ മാതംഗ ഹിൽസിൽ വരുമ്പോൾ ഒരിക്കലും ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ചെരുപ്പ് ഉപയോഗിക്കാതെയാണ് ഇറങ്ങിയത്. വലിയ നല്ല കരിങ്കൽ തൂണുകളാൽ നിർമ്മിതമായ ക്ഷേത്രമാണിത്. ഇപ്പോഴും അത് അതേപടി തന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് നിലനിൽക്കുന്നു.
ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു നിലവറ. ഇവിടെ ഇപ്പോഴും ആരാധനയും മറ്റും നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ചെറിയൊരു ബാൽക്കണി പോലത്തെ ഒരു ഇതുണ്ട്. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് നിന്നുകൊണ്ട് തന്നെ അറിയാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം കൂടിയാണിത്. അങ്ങനെ ഒരുവിധം വന്ന വഴി തിരിച്ചറിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ക്ഷേത്രത്തിന്. ഇതാണ് ക്ഷേത്ര കവാടം. അതിരാവിലെയാണ് ഞാൻ സൺറൈസ് കാണാൻ വേണ്ടി മാതൃക ഹിൽസിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വന്ന വഴിയൊന്നും എനിക്ക് കാണിച്ച് തരാൻ പറ്റിയില്ല. അപ്പം ഇറങ്ങി പോകുന്ന ഭാഗത്ത് ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കരിങ്കൽ പായിട്ടുണ്ടെങ്കിലും സൂക്ഷിച്ചു വേണം ഇവിടെ കൂടെ നടക്കാൻ. പോകേണ്ട വഴി ഇങ്ങനെ ഒരു വെള്ള മാർക്കിംഗ് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് പാറക്കല്ലുകൾ ഇളകിയും കാര്യങ്ങളായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് നല്ല സൂക്ഷിച്ചു വേണം ഇറങ്ങിപ്പോകാൻ. ഈ വിഷ്വലിൽ കാണുന്ന അത്ര ഒരു ഭയാനകം ആയിട്ടുള്ള വഴിയല്ല ഇത്. 360 ക്യാമറ ആയതുകൊണ്ടാണ് ഇത്രയ്ക്കൊരു വൈഡായിട്ട് കാണിക്കുന്നത്. രാമായണ കഥയിലെ ബാലി വധവുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ ഈ ഒരു മാതംഗ ഹിൽസിൻ്റെ ഈ താഴ്വരയിലൊക്കെയാണ് നടന്നത്. രാമായണ കഥയിലെ കഥാപാത്രങ്ങളായ ബാലി, സുഗ്രീവൻ, രാമൻ, മാതകമുനി, മായാവി എന്ന രാക്ഷസൻ, ദുന്ദുബി എന്ന രാക്ഷസൻ, അവരൊക്കെയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. ഒരിക്കൽ ബാലി രാക്ഷസ രാജാവായ ദുന്ദുബീനെ വധിക്കുകയും ഈ ഒരു മാതംഗ ഹിൽസിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇതിൽ കോപിതനായ മാതംഗ മുനി തൻ്റെ ആശ്രമം ജഡം വീഴ്ത്തി മലിനമാക്കിയ ബാലിയെ ശപിക്കുകയുണ്ടായി. ബാലി ഇനി ഒരിക്കൽ ഈ മാതംഗ മല കയറുകയാണെങ്കിൽ ശിരസ് പൊട്ടി മരിച്ചു പോകുമെന്നാണ് ശപിക്കപ്പെട്ടത്. അതിനാൽ തന്നെ ബാലികേറ മല എന്നും ഇത് അറിയപ്പെടുന്നു. പിന്നീട് ഒരിക്കൽ ബാലി തന്നെ വീണ്ടും ഒരു രാക്ഷസനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. മായാവി എന്നാണ് ആ രാക്ഷസന്റെ പേര്. ആ രാക്ഷസൻ ഈ മാതംഗ പർവ്വതത്തിലെ ഒരു ഗുഹയിലേക്ക് കയറുകയും ബാലിയും കൂടെ കയറുകയും ബാലി അനിയൻ സുഗ്രീവനെ കാവൽ നിർത്തുകയും ചെയ്തു. ആ ഒരു യുദ്ധം 1 വർഷം നീണ്ടു നിന്നു എന്നാണ് പറയപ്പെടുന്നത്. അനിയൻ സുഗ്രീവനെ കാവൽ നിർത്തിയിട്ട് ബാലി പറഞ്ഞു, ഈ ഗുഹയിൽ നിന്നും പാലാണ് ഒഴുകുന്നതെങ്കിൽ രാക്ഷസൻ കൊല്ലപ്പെട്ടുവെന്നും മറിച്ച് രക്തമാണ് ഒഴുകുന്നതെങ്കിൽ താൻ കൊല്ലപ്പെട്ടുവെന്ന് കരുതണം എന്ന് സുഗ്രീവനോട് പറഞ്ഞിട്ടാണ് ബാലി ഈ ഒരു ഗുഹയിലോട്ട് കടന്നു ചെല്ലുന്നത്. ഏറ്റുമുട്ടലിൽ മായാവി എന്ന രാക്ഷസനെ ബാലിയാൽ വധിക്കപ്പെട്ടു. മായാശാലിയായ മായാവി മരിക്കുന്നതിന് മുമ്പ് സുഗ്രീവനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പാല് ഗുഹയിൽ നിന്നും ഒഴുക്കി. ബാലി മരിച്ചു എന്ന് കരുതി സുഗ്രീവനാകട്ടെ വലിയൊരു മായാവി പുറത്തെത്താതിരിക്കാൻ വേണ്ടി വലിയൊരു പാറ കല്ലുകൊണ്ട് ആ ഗുഹ അടയ്ക്കുകയും ചെയ്തു. എന്നിട്ട് രാജ്യത്തിലേക്ക് തിരിച്ചു തന്നു രാജ്യ അധികാരം ഏറ്റെടുത്തു. ബാലി ഈ പാറ തള്ളി തുറന്ന് രാജ്യത്തെത്തുമ്പോഴേക്കും സുഗ്രീവൻ രാജാവായി രാജ്യത്ത് മാറിയിരുന്നു. ഇതിൽ കോപിതനായ ബാലി സുഗ്രീവനെ വധിക്കാനും സുഗ്രീവന്റെ ഭാര്യയെ ചെയ്തു. ബാലിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സുഗ്രീവൻ ബാലിക്ക് കയറാൻ ഭൂമിയിൽ കഴിയാത്ത ഈ ഒരു മാതംഗ പർവ്വതത്തിലേക്ക് എത്തുകയും ഇവിടെ അഭയം പ്രാപിക്കുകയും ചെയ്തു. കലിപ്പ് തീരാത്ത ബാലി സുഗ്രീവനെ ഏതു വിധേനയും വധിക്കും എന്നുള്ള രീതിയിൽ മാതംഗ പർവ്വതത്തിന് കീഴെ നിലയുറപ്പിച്ചു. സുഗ്രീവനാകട്ടെ രാമന്റെ അഭയം തേടി. രാമൻ ബാലി ചെയ്ത അധർമ്മം തിരിച്ചറിയുകയും, അധർമ്മം എന്ന് പറയുമ്പോൾ സ്വന്തം സഹോദരന്റെ ഭാര്യയെ പിടിച്ചെടുക്കുകയും ചെയ്ത ബാലിയെ വധിക്കാൻ രാമൻ തീരുമാനിക്കുകയും, പക്ഷേ ബാലിക്ക് മറ്റൊരു വരവും കൂടെ ഉണ്ടായിരുന്നു. ബാലിയെ ഒരിക്കലും ആർക്കും നേരിട്ട് വധിക്കാൻ കഴിയില്ല എന്നൊരു വരം ബാലി സ്വന്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സുഗ്രീവനുമായി ബാലി യുദ്ധത്തിൽ ഏർപ്പെടുകയും രാമൻ ഒളിഞ്ഞു നിന്നുകൊണ്ട് ഒളിയമ്പാൽ ബാലിയെയും വധിക്കുകയും ചെയ്തെന്നാണ് രാമായണത്തിലെ ഐതിഹ്യം. ബാലി ഒരു രാമഭക്തനായതുകൊണ്ട് തന്നെ ബാലി മരിക്കുന്നതിന് മുമ്പ് രാമനോട് ചോദിച്ചു,
അങ്ങേ പൂജിച്ചു കൊണ്ടിരുന്ന എന്നെ എന്തിനാണ് വധിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അധർമ്മം ഉണ്ടായി, അധർമ്മം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ അവതരിച്ചത്, അതുകൊണ്ടാണ് നിന്നെ എനിക്ക് വധിക്കേണ്ടി വന്നതെന്ന് രാമൻ പറയുന്നു. പിന്നെ മറ്റൊരു വരം കൂടി രാമൻ ബാലിക്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത എൻ്റെ അവതാരത്തിൽ നിന്റെ കൈകൊണ്ടായിരിക്കും ഞാൻ വധിക്കപ്പെടുക എന്ന് രാമൻ പറയുകയുണ്ടായി. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. രാമന്റെ മറ്റൊരു അവതാരമാണ് ശ്രീകൃഷ്ണൻ മരിക്കുന്നത് ഒരു വേടനാൽ അമ്പെയ്താണ്. ആ വേടൻ ബാലിയാണ് ആ ഒരു വേടനായിട്ട് പുനർജനിച്ചു വന്നത് എന്നാണ് രാമായണത്തിലെ ഐതിഹ്യം. ഒരുപാട് അങ്ങനെ രസകരമായ കഥകളും കാര്യങ്ങളും ഉള്ള ഒരു 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 എന്തെന്ന് പറയാൻ ഒരു സംഭവമാണ് ഈ മാതംഗ ഹിൽസ്. കഥ പറയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഡബ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളെല്ലാം കാണും. അതൊക്കെ ഒരു രസകരമായ രീതിയിൽ എടുത്ത് വ്ളോഗ് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നതാണ് പറയാനുള്ളത്. അതിമനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് ഹംപി. കുറേ പുരാണ കഥകളും പുരാണത്തിലെ കാര്യങ്ങളും മൺമറഞ്ഞു പോയ കുറേ കാലഘട്ടത്തിൻ്റെ ശേഷിപ്പും ഒക്കെയായി വിസ്മയം കൊള്ളിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള പ്രദേശം തന്നെയാണ് ഈ ഒരു വിജയനഗര സാമ്രാജ്യം. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം.